മനോരഥങ്ങൾ മലയാളത്തിന്റെ അതുല്യ കഥാകാരൻ എം.ടി. വാസുദേവൻ നായരുടെ കുറേയധികം കഥകളുടെ ഒരു ദൃശ്യ സമാഹാരമാണിത്. അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് പോലെ മലയാളത്തിലെ തന്നെ പ്രശസ്ത സംവിധായകരും അതുപോലെ മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളും ഒക്കെ അണിനിരന്ന ഒരു വെബ് സീരീസ്. C5 സ്ട്രീം ചെയ്യുന്ന 9 എപ്പിസോഡുകളുള്ള 9 വ്യത്യസ്ത കഥകളുള്ള ഈ ആന്തോളജി സീരീസിനെ കുറിച്ചാണ് ഇന്ന്. കമൽഹാസനാണ് ഈ സീരീസിന്റെ എല്ലാ എപ്പിസോഡുകളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എം.ടി. എഴുതിയ കന്യാകുമാരി എന്ന 1974 സിനിമയിൽ അദ്ദേഹമായിരുന്നു നായകൻ. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഐഡിയ നൈസ് ആയിരുന്നു. ഇപ്പൊ സീരീസിന് കൂടുതലൊരു പ്രൊമോഷൻ അതുകൊണ്ട് ലഭിച്ചു എന്ന് പറയാം. പക്ഷെ ഓരോ എപ്പിസോഡിന്റെയും തുടക്കത്തിലുള്ള ഈ ഒരു ഇൻട്രൊഡക്ഷൻ പലപ്പോഴും അനാവശ്യമായിട്ട് തോന്നുകയും അത് ആസ്വാദനത്തെ ബാധിക്കുന്നതായിട്ടും എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടു. അത് നമ്മളെ ആ കഥകളിൽ നിന്നും പറിച്ചു മാറ്റപ്പെടുകയാണ്. പല കഥകൾക്കും സത്യത്തിൽ ഒരു ഇൻട്രൊഡക്ഷന്റെ തന്നെ ആവശ്യമില്ല. സോ ഈ ഒരു ഇൻട്രോ മൊത്തം സീരീസിന്റെ ആദ്യവും അതുപോലെ ഏറ്റവും അവസാനവും മാത്രം മതിയായിരുന്നു എന്നായിരുന്നു എന്റെ പേഴ്സണൽ അഭിപ്രായം. ഇങ്ങനെ ഓരോ എപ്പിസോഡിനും ഇൻട്രോയുടെ ആവശ്യമില്ലായിരുന്നു. ഓരോ സെഗ്മെന്റും ഓരോ ഡയറക്ടേഴ്സ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രിയദർശൻ മാത്രം 2 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ താരങ്ങളിൽ സുരഭി ലക്ഷ്മി മാത്രം 2 കഥകളിൽ വരുന്നുണ്ട്. ഓരോന്നിനെ കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തുടങ്ങാം. ആദ്യത്തേത് ഓളവും തീരവും. പ്രിയദർശനാണ് സംവിധാനം. ലാലേട്ടൻ, ദുർഗാകൃഷ്ണ, സുരഭി ലക്ഷ്മി, ഹരീഷ് പേരടി, മാമുക്കോയ തുടങ്ങിയ ഒരു നല്ല താരനിര ഇതിലുണ്ട്. ഓൾറെഡി 1970 മധു, വിജയ നിർമ്മല എന്നിവർ അഭിനയിച്ച് ഇത് സിനിമയായിട്ടുമുണ്ട്. സോ പുതിയ വേർഷൻ എങ്ങനെയായിരിക്കും എന്നത് ഒരു ആകാംക്ഷയായിരുന്നു. ഞാൻ അങ്ങനെ അമിത പ്രതീക്ഷ ഇല്ലാതെയാണ് ഇത് കണ്ടത്. അതുകൊണ്ടാണോ എന്തോ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. പ്രിയദർശന്റെ ചില സിഗ്നേച്ചർ സ്റ്റൈലിലുള്ള കുറച്ച് നല്ല ഷോട്ടുകൾ ഈ എപ്പിസോഡിലുണ്ട്. സന്തോഷ് ശിവന്റേതാണ് ക്യാമറ. നോർമലി പ്രിയദർശൻ, മോഹൻലാൽ ടീം ഇങ്ങനെ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ കഥ പറഞ്ഞാൽ അങ്ങനെ വിജയിക്കാറില്ല. പക്ഷെ ഇതിൽ നന്നായിട്ട് തോന്നി കേട്ടോ. ലാലേട്ടനാണെങ്കിൽ അധികം പ്രായം തോന്നാത്ത പോലെ എവിടേക്കോ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ മിതത്വമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പടത്തിലെ പെർഫോമൻസ്. ദുർഗാകൃഷ്ണയും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രിയും റൊമാൻസും അത്രയ്ക്ക് വർക്കായില്ല എന്നും തോന്നി. പിന്നെ സുരഭി ലക്ഷ്മിയുടെ ഉമ്മ കഥാപാത്രം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മാമുക്കോയ, ഹരീഷ് പേരടി എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. കഥയുടെ ക്ലൈമാക്സ് എന്തിനായിരുന്നു അങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പിന്നെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പടം ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷെ ആ വളയുടെ ചുമപ്പ് മാത്രം കളറിൽ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തോന്നി. അടുത്തത് കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മമ്മൂട്ടി, വിനീത്, അനുമോൾ തുടങ്ങിയവർ അഭിനയിച്ച കഥയാണ്. ഇതിൽ 2 കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്, 90കളും 40കളും. അതിന്റെ മേക്കിംഗ് കൊണ്ടാണോ എന്തോ എനിക്കിത് 2 കഥയായിട്ടാണ് തോന്നിയത്. ഇതിൽ മമ്മൂട്ടി ഒരു സാധാരണ എഴുത്തുകാരനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റ് സീനിലെ ഒരു എക്സ്പ്രഷനൊക്കെ. അച്ഛൻ ക്യാരക്ടറിൽ വിനീത് പൊളിയായിരുന്നു. അതുപോലെ അനുമോളും കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ബാലതാരങ്ങളുണ്ട്. അവരുടെ കാര്യവും എടുത്തു തന്നെ പറയണം കേട്ടോ. ഒരു വട്ടമെങ്കിലും ലീലയ്ക്ക് അയാളെ കാണാമായിരുന്നു. എന്തുകൊണ്ട് അതിനവർ സമ്മതിച്ചില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാക്കിയാണ് ഈ കഥയും നിൽക്കുന്നത്. രഞ്ജിത്തിന്റെ അവസാന കാലം ഇറങ്ങിയ വലിയ സിനിമ പ്രൊജക്റ്റുകളെക്കാൾ മികച്ചതായിരുന്നു ഇത്. നല്ല സെഗ്മെന്റ്. അടുത്തത് ഈ ഒരു സീരീസിലെ ഏറ്റവും മനോഹരമായ സെഗ്മെന്റുകളിൽ ഒന്നാണ് കാഴ്ച എന്ന ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് പാർവതി തിരുവോത്ത് പ്രധാന വേഷത്തിൽ വന്ന ഈ ചിത്രം. ഹരീഷ് ഉത്തമൻ, നരയൻ തുടങ്ങി കുറച്ചേറെ താരങ്ങൾ ഇതിലുണ്ട്. കാഴ്ചയുള്ള ഇതിലെ പലരും ഒരു സ്ത്രീയെ നല്ല നടപ്പും സദാചാരങ്ങളും അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ ഉപദേശിക്കുമ്പോൾ ഉൾക്കണ്ണിന് മാത്രം കാഴ്ചയുള്ള ഏകദേശം പൂർണ്ണമായും അന്ധയായിട്ടുള്ള വലിയമ്മ മാത്രം അവളെ സപ്പോർട്ട് ചെയ്യുന്നു. നീ ആയിരിക്കുക, നിന്റെ സന്തോഷമാണ് വലുത്. സോ അവൾ എങ്ങനെ അവളുടെ ജീവിതം ജീവിച്ചു തീർക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് ഇതിന്റെ കഥ. നല്ല വിഷ്വലുകൾ, നല്ല സംഗീതം എന്നിവ ഇതിന്റെ പ്രത്യേകതയാണ്. ഔസേപ്പച്ചന്റേതാണ് മ്യൂസിക്. സംഗീതത്തിന് വലിയ പ്രാധാന്യമുള്ള കഥയാണ്. പാർവതിയുടെ നല്ല പ്രകടനമുണ്ട്. എനിക്ക് പഴയകാല ശ്രീവിദ്യാമ്മയുടെ ചില 80s സിനിമകളിലെ ആ ഒരു രൂപം ഓർമ്മ വന്നു. അതുപോലെ എന്തുമാത്രം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളും കമന്റ്സും ഒക്കെയാണ് ബന്ധുക്കളിൽ നിന്നും അതുപോലെ പരിചയക്കാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും പോലും ആ കഥാപാത്രം, സുധ എന്ന നായിക കഥാപാത്രം നേരിടേണ്ടി വരുന്നത് എന്ന് ഓർത്തപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. പക്ഷെ ഇന്നത്തെ കാലത്തും ഇതിൽ വലിയ മാറ്റമൊന്നും ഇല്ല. പെർഫോമൻസുകളിൽ അതുപോലെ തന്നെ ഹരീഷ് ഉത്തമന്റേതും എടുത്തു തന്നെ പറയണം. തമിഴ് കലർന്ന മലയാളം നന്നായിട്ടുണ്ടായിരുന്നു. നരേനും നല്ല രസമുണ്ടായിരുന്നു. ശ്യാമപ്രസാദിന്റെ സംവിധാന ശൈലി ഈ എപ്പിസോഡിനെ ഇങ്ങനെ വേറിട്ട് തന്നെ നിർത്തുന്നുണ്ട്. മൊത്തം സീരീസിലെ ബെസ്റ്റ് സെഗ്മെന്റ് ആയിരുന്നു ഇതെന്ന് പറയാം. അടുത്തത് പ്രിയദർശന്റെ സംവിധാനത്തിൽ വന്ന ശിലാലിഖിതം. ബിജു മേനോൻ, ശാന്തികൃഷ്ണ, ജോയ് മാത്യു, PG രവി, നീള അങ്ങനെ കുറച്ച് താരങ്ങൾ ഇതിലുണ്ട്. ഈ മൊത്തം സീരീസിലെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് ഈ ഒരു സെഗ്മെന്റ്. ഈ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ പറയില്ലേ, എന്നാൽ എല്ലാ ഗ്രാമങ്ങളിലും അത്ര നന്മയൊന്നും ഉണ്ടാവില്ല എന്ന് കാണിക്കുന്ന ഒരു കഥയാണ്. അതും ഇങ്ങനെയും മനുഷ്യരുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ആ പെൺകുട്ടി അച്ഛനോട് അച്ഛന് കൊടുക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ അവളുടെ മുമ്പിൽ അയാൾ തീരെ ചെറുതായി പോകുന്നത് നമുക്ക് മനസ്സിലാവും.
മനസ്സിലാവുന്നുണ്ട്. എനിക്ക് നല്ല ദേഷ്യവും അതോടൊപ്പം തന്നെ നല്ല പുച്ഛവും ബിജു മേനോന്റെ ക്യാരക്ടറിനോട് തോന്നിയിരുന്നു. അവിടെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തിനാണ് അവരൊക്കെ അങ്ങനെ ചെയ്തത്? അല്പം മനുഷ്യത്വം കാണിച്ചുകൂടായിരുന്നോ? അവരും ഗോപനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങൾ. സോ നല്ല പെർഫോമൻസുകളാണ് ഇതിന്റെ ഒരു കരുത്ത്. ബിജു മേനോൻ, മകളായിട്ട് വന്ന നിളാഭാരതി, നിലയാണോ എന്നറിയില്ല, ശാന്തി കൃഷ്ണ, അങ്ങനെ എല്ലാവരും. പ്രിയദർശന്റെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് എടുത്ത് തന്നെ പറയണം. ദിവാകർ മണിയാണ് ഛായാഗ്രഹണം. ഇതും ഈ സീരീസിലെ മികച്ച ഒരു സെഗ്മെന്റ് തന്നെയാണ്. മധുബാലയും ആസിഫ് അലിയും പ്രധാന വേഷത്തിൽ വന്ന എപ്പിസോഡാണ് വിൽപ്പന. MTയുടെ മകളായ അശ്വതിയാണ് ഇതിന്റെ സംവിധായിക. ഭർത്താവ് പഴയ സാധനങ്ങളെല്ലാം വിൽക്കാൻ ഏൽപ്പിച്ചപ്പോൾ ഗീത പരേഖ് എന്ന സ്ത്രീ കൂട്ടത്തിൽ ഏറ്റവും പഴയത് താനല്ലേ എന്ന് ചോദിക്കുന്ന ഒരു തോട്ട് പ്രൊവോക്കിംഗ് സ്റ്റോറിയാണിത്. മധുബാലയുടെയും ആസിഫിന്റെയും ചാരുതയാർന്ന പ്രകടനം ഇതിന്റെ ഹൈലൈറ്റ് ആണ്. ദിവാകർ മണിയുടെ വിഷ്വൽസും നന്നായിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം മധുബാലയ്ക്ക് നന്നായിട്ട് യോജിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതായത് മധുബാല പണ്ട് അഭിനയിച്ചിട്ടുള്ള യോധ, ഒറ്റയാൾ പട്ടാളം, നീലഗിരി, എന്നോട് ഇഷ്ടം കൂടാമോ, അങ്ങനെ എല്ലാ സിനിമകളിലും ഭാഗ്യലക്ഷ്മി ചേച്ചിയാണ് ശബ്ദം കൊടുത്തിരുന്നത്. പക്ഷേ ഇതിൽ നമുക്കറിയാം, ഇതിലെ ഗീത പരേഖ് എന്ന ക്യാരക്ടർ മലയാളം അത്രയ്ക്ക് നന്നായിട്ട് അറിയില്ല, കേരളത്തിൽ ജീവിക്കുന്ന മലയാളി അല്ല എന്ന്. എങ്കിലും മലയാളം കുറച്ച് എന്ന രീതിയിൽ ഡബ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു തോന്നി. അതിലൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കൂരമ്പ് തറയ്ക്കുന്നത് പോലെയുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇമോഷണലി കണക്ട് ആവാതെ പോയ ഒരു ഫ്ലാറ്റായ അനുഭവമായിരുന്നു വിൽപ്പന. ആവറേജ് അനുഭവമായിട്ട് മാറി. അടുത്തത് മഹേഷ് നാരായണൻ ഒരുക്കിയ ഷെർലക്. അമേരിക്കയിലാണ് കഥ നടക്കുന്നത്. ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാനഡയിലും. ഫഹദ് ഫാസിൽ, നദിയ മൊയ്തു എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ. ഇവരോടൊപ്പം ഒരു പൂച്ചക്കുട്ടി കൂടി പ്രധാന വേഷത്തിൽ വരുന്നുണ്ട് കേട്ടോ. പേഴ്സണലി എനിക്ക് ഈ മൃഗങ്ങളോട്, പ്രത്യേകിച്ച് നമ്മുടെ വളർത്തു മൃഗങ്ങൾ, പൂച്ചക്കുട്ടി, പട്ടിക്കുട്ടി, ഇതിനോടൊക്കെ ആരും മോശമായിട്ട് പെരുമാറുന്നത് കണ്ടാൽ ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ ഫഹദിന്റെ കഥാപാത്രത്തോട് എനിക്ക് നല്ല ഈർഷ്യ തോന്നിയായിരുന്നു. ലാസ്റ്റ് പുള്ളിക്കാരൻ കരയുന്ന ആ ഒരു സീനെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഒരു സഹതാപവും തോന്നിയില്ല. അയാളുടെ ലൈഫ്, അയാളുടെ ചില കള്ളത്തരങ്ങൾ, ഉത്തരവാദിത്വം ഇല്ലായ്മ, ഇതൊക്കെ ആ പൂച്ച പുറകെ നടന്ന് അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കി, ഇങ്ങനെ ഒരു ഷെർലക് ഹോംസിനെ പോലെ. അത് അയാൾക്ക് ഇഷ്ടമായില്ല എന്നാണ് ഈ കഥ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. സോ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആ കഥയൊന്ന് വായിക്കാനായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഈ കഥകളൊന്നും വായിച്ചിട്ടില്ല കേട്ടോ. സിനിമയിൽ കാണിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ മനോവിചാരങ്ങളായിട്ട് എഴുത്തിൽ ഇങ്ങനെ വരുമല്ലോ. സ്റ്റിൽ അത് തന്നെയാണ് ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. സംവിധായകന്റെ തന്നെയാണ് ക്യാമറ, മികച്ച വിഷ്വലുകളാണ്. ഇതൊരു വെറൈറ്റി എപ്പിസോഡ് തന്നെയായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അടുത്തത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പ്രമേയമാക്കി വരുന്ന ഇതിലെ ഒരു കഥയാണ്. രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത കടൽക്കാറ്റ്. ഇന്ദ്രജിത്ത് സുകുമാരൻ, അപർണ ബാലമുരളി, ആൻ അഗസ്റ്റിൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ വന്നത്. ഒരേ സമയം ഒരു വെസ്റ്റേൺ ടച്ചും നാടൻ ഫീലും സമ്മാനിക്കുന്ന ഒരു ചിത്രമാണ്. ഇംഗ്ലീഷും മലയാളവും ഡയലോഗുകളായിട്ട് വരുന്നുണ്ട്. മാർഗരറ്റ് എന്ന ഇതിലെ ക്യാരക്ടർ അത് ഒരു പ്രഹേളികയാണ് എന്ന് തന്നെ പറയാം. ആ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ തമ്മിൽ എവിടെയെങ്കിലും ഒന്ന് കണക്ട് ആയോ, ബന്ധപ്പെട്ടോ എന്നൊക്കെ സംശയം നമുക്ക് തോന്നും. സോ കഥ പൂർണ്ണമായിട്ടും അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാവരുടെയും പ്രകടനങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ലോകനാഥന്റെ വിഷ്വലുകളിൽ ചില ഏരിയൽ ഷോട്ട്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഇത് ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എട്ടാമത്തെ സെഗ്മെന്റ് ആണ് സന്തോഷ് ശിവന്റെ അഭയം തേടി വീണ്ടും. മരണം വിഷയമായിട്ട് ഒരു മിസ്റ്ററി മൂഡിലുള്ള ഒരു ചിത്രമാണിത്. സിദ്ദിഖും നസീർ സംക്രാന്തിയും ഇഷിത് യാമിനിയും ഒക്കെയാണ് പ്രധാന വേഷങ്ങളിൽ. പിന്നെ നമ്മുടെ വാഴയിലെ അമിത് മോഹൻ രാജേശ്വരി ഇതിലൊരു നാട്ടുകാരന്റെ റോളിൽ വരുന്നുണ്ട് കേട്ടോ. സന്തോഷ് ശിവൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അന്യായ വിഷ്വൽസ് ആണ് ഈ സെഗ്മെന്റിലുള്ളത്. ഒരു കവിത പോലെ അല്ലെങ്കിൽ ഒരു ചിത്രം വരച്ചതുപോലെ മനോഹരമാണ് ഇതിന്റെ ഓരോ വിഷ്വലുകളും. ഓരോ ഷോട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ അതൊരു പെയിന്റിംഗ് പോലെ വേണമെങ്കിൽ ഫ്രെയിം ചെയ്ത് വെക്കാം. അതിന് ഷോട്ടുകൾ. പക്ഷെ ക്യാമറയ്ക്കും ദൃശ്യങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുത്തപ്പോൾ ഇമോഷണലി ഒരു കണക്ഷനും തോന്നിയില്ല എന്നുള്ളതാണ് നെഗറ്റീവ്. കഥ ശരിക്കും അങ്ങോട്ട് കൺവേ ആയില്ല. JX ബിജോയുടെ മ്യൂസിക് ആണെങ്കിലും ചിലയിടത്തൊക്കെ നല്ല ലൗഡായിട്ട് തന്നെ തോന്നി. മൊത്തത്തിൽ ഇത് നിരാശ സമ്മാനിച്ച ഒരു അനുഭവമായിരുന്നു. അടുത്തത് ജയരാജ് സംവിധാനം ചെയ്ത സ്വർഗം തുറക്കുന്ന സമയം. ഇന്ദ്രൻസ്, നെടുമുടി വേണു, രഞ്ജി പണിക്കർ, സുരഭി ലക്ഷ്മി, കൈലാഷ്, KPSC ലീല, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഇതിലുണ്ട്. ഇതും സ്വാർത്ഥരായിട്ടുള്ള കുറെ മനുഷ്യരുടെ കഥയാണ്. മരണത്തെക്കുറിച്ചാണ് ഈ കഥ പറയുന്നത്. മരിപ്പ് എളുപ്പത്തിലാക്കുന്ന കഥാപാത്രത്തെ ഞാൻ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പം മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് പറയുന്നത് പോലെ നമ്മളായിട്ട് വിചാരിച്ച ചിലപ്പോൾ അത് വരണമെന്നില്ല. എപ്പോഴാണ് മരണം സംഭവിക്കുക അല്ലെങ്കിൽ സ്വർഗവാതിൽ തുറക്കുക എന്നുള്ളത് ഒരാൾക്കും കൃത്യമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. അതാണ് ഈ കഥ പറയുന്നത്. കിടിലൻ പെർഫോമൻസുകളാണ് ഇതിന്റെ ഹൈലൈറ്റ്, പ്രത്യേകിച്ച് നെടുമുടി വേണു, ഇന്ദ്രൻസ് എന്നിവരുടേത്. ഇപ്പോൾ ഇന്ദ്രൻസ് ചേട്ടന്റെ ചില നടപ്പൊക്കെ ഉണ്ട്. എന്തൊരു നാച്ചുറൽ ആണത്. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ചില അച്ഛന്മാർ അതുപോലെ ഇങ്ങനെ നടന്നു പോകുന്നത്. അതുപോലെ തന്നെ കഴിക്കാനിരിക്കുന്ന ഒരു സീന്, പലഹാരം വന്നില്ലേ എന്ന് ചോദിക്കുന്നത്, കിടിലൻ പെർഫോമൻസ്. നെടുമുടി വേണു ചേട്ടൻ പിന്നെ പറയേണ്ട കാര്യമില്ല, ശരിക്കും മരിച്ചു തന്നെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാം. അദ്ദേഹത്തിന്റെ അവസാന കാല പെർഫോമൻസുകളിൽ ഒന്നാണിത്. ഇതിലെ സുരഭി ലക്ഷ്മിയുടെ കാര്യവും എടുത്ത് തന്നെ പറയണം കേട്ടോ. പോകാൻ നേരം ഒരു നോട്ടമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മോ
ശരിക്കും ഈ പറഞ്ഞാൽ സ്വാർത്ഥത നിറഞ്ഞ ഒരു കഴുകൻ കണ്ണ് നോട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ജയരാജിന്റെ ചില സിഗ്നേച്ചർ ഷോട്ടുകളായിട്ടുള്ള ഇരുട്ട് മൂടിയ കുറേ രംഗങ്ങൾ ഈ സീരീസിൽ ഈ എപ്പിസോഡിലുണ്ട്. നിഖിൽ എസ് പ്രവീൺ ആണ് ക്യാമറ. മൊത്തത്തിൽ ഒരു മികച്ച എപ്പിസോഡ് തന്നെയായിരുന്നു ഇതും. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഓരോ എപ്പിസോഡുകളും. എല്ലാ സെഗ്മെന്റിലും ചിത്ര പാടിയ ടൈറ്റിൽ സോങ് ഉണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ വരികളും നല്ല ഭംഗിയുണ്ട്. 80s 90s കുറച്ച് സിനിമകൾ കണ്ട പോലെയാണ് നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ തോന്നുക. ആ ഒരു മനോഭാവത്തോടെ വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാനും. ഇതൊക്കെയാണെങ്കിലും ഈ സീരീസ് എല്ലാവർക്കും പറ്റില്ല എന്നും അതുകൊണ്ട് തന്നെ പറയാം. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. നിങ്ങൾക്ക് കുറച്ച് വായനാശീലമൊക്കെ ഉണ്ട്. ഇപ്പം MTയുടെ കഥകളെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഇത്തരത്തിൽ ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്ന ഇപ്പോൾ ഒരു കഥ വായിച്ചതുപോലെ ഒരു സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം. സോ ഞാനിത് പേഴ്സണലി നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് കണ്ടത്. എന്നാൽ ഒരു മാസ് ഫിലിംസ് ഒക്കെ അല്ലെങ്കിൽ ഭയങ്കര കൊമേഴ്സ്യൽ ആയിട്ടുള്ള ചില വെബ് സീരീസ് ഒക്കെ പ്രതീക്ഷിച്ച് കാണുന്ന ഓഡിയൻസിന് ഇത് ചിലപ്പോൾ നല്ല ബോറായിട്ടും അതുപോലെ തന്നെ ഉറക്ക ഗുളികയായിട്ടും ഒക്കെ തോന്നിയേക്കാം. സോ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി എന്നാൽ.